നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഗോഗൂസ് ടെക് ട്രാവലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാവരും വാഹന പ്രേമികളും അതുപോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെയാണല്ലേ. നമ്മളെല്ലാവരും തന്നെ വാഹനങ്ങളിൽ ദീർഘദൂര യാത്രകളും രാത്രികാല യാത്രകളും ഒക്കെ പോകാറുമുണ്ട്. എന്നാൽ അത്തരം യാത്രകളിൽ നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പഞ്ചർ. വണ്ടി പഞ്ചറാകുന്നത് നമുക്ക് ഒരു പേടിയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കപ്പായി പോകുമോ എന്നൊക്കെ ഭയം നമ്മളെല്ലാവരിലും അത് ഉണ്ടാക്കാറുമുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരവുമായാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നും പറയാറുള്ള പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Every single day, I'm gonna make something great. നമ്മള് ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ പഴയ മോഡൽ ട്യൂബുള്ള ടയറുള്ള വണ്ടികളിൽ പോകുമ്പോൾ എങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടാറുണ്ടല്ലേ. എങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കാനും കഴിയില്ല. നമ്മൾ ഉടൻ തന്നെ പിന്നെ ഓട്ടോറിക്ഷ നോക്കണം, പഞ്ചർ ഷോപ്പുകൾ തപ്പണം, ഗൂഗിൾ മാപ്പ് എടുക്കണം. നല്ല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. അഥവാ ഈ വണ്ടി പഞ്ചറായി കഴിഞ്ഞ ശേഷം ഒരു അല്പം അനക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ട്യൂബും പോവും. പിന്നെ അതും നമ്മൾ മേടിച്ചിടണം, നല്ല എക്സ്പെൻസീവും ആകും. പക്ഷെ ട്യൂബ്ലെസ് ടയറുകളുള്ള വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല. പഞ്ചറായി കഴിഞ്ഞാലും ഒരു അല്പദൂരമൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവുമായാണ് നമ്മുടെ ജനറൽ മോട്ടോഴ്സ്, അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സും മിഷലും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ടയറുകൾ. ഈ ടയറുകൾ പഞ്ചർ രഹിതമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ടെക്നോളജിയെ പഞ്ചർ പ്രൂഫ് ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എയർലെസ് വീൽ ടെക്നോളജി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിന്റെ ടയറുകൾ വായു കൊണ്ട് അല്ല നിർമ്മിച്ചിരിക്കുന്നത്, പകരം കട്ടിയുള്ള റബ്ബർ കൊണ്ടും മറ്റു മെറ്റീരിയൽ കൊണ്ടുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം $50 മില്യൺ ചെലവിട്ട് 5 വർഷം കൊണ്ടാണ് മിഷൽ ഈ ടയർ രൂപീകരിച്ചിരിക്കുന്നത്. ഷെവർലെയുടെ ഇലക്ട്രിക് കാറുകളിൽ ഇത് ഓൾറെഡി അവർ പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ അത് സക്സസ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്തരം ടയറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചർ ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇത് റോഡിൽ എത്രത്തോളം സക്സസ് ആണെന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നിട്ടില്ല. ഇതിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇത് ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, മറ്റ് പ്രതലങ്ങളിൽ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ അറിവായിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വളരെ നല്ല ടെക്നോളജി തന്നെയാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ട്യൂബ്ലെസ് ടയറുകളിൽ നിന്നും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാലും നമുക്ക് പഞ്ചറാവും എന്ന ഭയം ഒരിക്കലും വേണ്ട മനസ്സിൽ. അത്തരം ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം 2024 നല്ല പൂർണ്ണ സക്സസ്ഫുൾ ആയി വിപണികളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കണം തോന്നി, അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അധ്യായമായി കാണുന്നതായിരിക്കും. ബൈ.